ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബഹുമാനനായ മന്ത്രി ശ്രീ എം വി രാജേഷ്, വിശിഷ്ടാതിഥി ബഹുമാനനായ സ്ഥലം MLA ശ്രീ മമ്മിക്കുട്ടി, ആരാധ്യനായ എനിക്കേറെ പ്രിയപ്പെട്ട വിശിഷ്ടാതിഥി അഡ്വക്കേറ്റ് ശ്രീ PT നരേന്ദ്രമേനോൻ, ഞങ്ങളുടെ ബാബുവേട്ടെ, എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ രാജോസ്. ഇന്ന് ഈ വേദിയിലിരിക്കുന്നവരവരൊക്കെ വേദി ചെറുതായതുകൊണ്ടും നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രമാണ് വേദിയിൽ 4 പേരായി ചുരുക്കിയിരിക്കുന്നത്. മറ്റ് ശ്രീമതി സുകുമാരി ചേച്ചി, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ജയേട്ടൻ, വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഗംഗാധരേട്ടൻ, എൻ്റെ ഫ്രണ്ട് മോഹൻദാസ്, ഗോപിയേട്ടൻ, ഫിറോസ് ഭായ്, മുകുന്ദേട്ടൻ, ഇവിടെ ചളവറ പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ടിരുന്നു, അദ്ദേഹം ശ്രീ ചന്ദ്രബാബു, അവരെല്ലാവരും, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, എൻ്റെ കുട്ടികളെ, എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമായി സന്തോഷ് വല്ലാതെ കൂട്ടിപ്പറഞ്ഞോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് ഞാൻ എന്നോട് ഖേദം പ്രകടിപ്പിക്കുന്നു. എന്നോട് ചോദിച്ചു, സന്തോഷം ചോദിച്ചു എന്തൊക്കെ പറയുന്നത്, തനിഷ്ടം എന്താ വെച്ചാൽ പറഞ്ഞെന്ന് പറഞ്ഞത് അബദ്ധമായിപ്പോയെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. പുള്ളി അങ്ങ് ഞാനില്ലെങ്കിൽ ലോകമില്ല എന്നൊരവസ്ഥയെ കുറച്ച് വാക്കുകൾ ഉപയോഗിച്ചു എന്നൊരു സംശയമുണ്ട്. അത് നിങ്ങൾ കുറയ്ക്കുക. പിന്നെ ഈ കഴിഞ്ഞ ഏകദേശം ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ CMN ട്രസ്റ്റിന്റെ നാമധേയത്തിൽ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നു. അവരുടെ മരണശേഷം അവരുടെ നാമധേയത്തിലുള്ള ട്രസ്റ്റ് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാക്കി അത് ഫോർമലായി രജിസ്റ്റർ ചെയ്തു. അത് ഫോർമലായി രജിസ്റ്റർ ചെയ്യാനുള്ള കാരണം എന്തെന്നാൽ അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ആ വീടിന്റെ വാതിൽ എപ്പോഴും തുറന്നിരിക്കും. അപ്പോൾ ആവശ്യക്കാർക്ക്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക്, ആളുകൾക്ക് വീട്ടിലെത്താനും അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഉള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു. നമ്മൾ വലിയ ആളായിട്ടല്ല, കാരണം നമ്മൾ മിക്കവാറും വരുമ്പോഴാണ് ചെയ്യാലും 3-4 ദിവസങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ 3-4 ദിവസങ്ങളാവുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം എറണാകുളത്തുമായിരിക്കും, നമ്മൾ അവിടെ ആയതുകൊണ്ട്. അപ്പൊ നമ്മുടെ ഒരു ഫിക്സഡ് ടൈം സ്കെഡ്യൂളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാളെയും കാണാനോ സംസാരിക്കാനോ പറ്റില്ല. അമ്മ ഉള്ളപ്പോൾ അങ്ങനെയല്ലായിരുന്നു. പല ചാരിറ്റി കാര്യങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ അമ്മ എന്നെ ശ്രദ്ധപ്പെടുത്തും. അപ്പൊ നമുക്കത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അമ്മയോട് അമ്മ അത് അർഹത നേടുന്നവരല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷ്യമില്ല. അമ്മ പറഞ്ഞ കാര്യം അമ്മ നടത്തിപ്പിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാതെ വന്നപ്പോൾ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ മനസ്സുമില്ലാതെ വന്നപ്പോൾ കൂടുതൽ കാര്യക്ഷമമായി, പ്രൊഫഷണലായി, ഓർഗനൈസ്ഡ് ആയി ഇത് നടത്താൻ വേണ്ടിയാണ് ട്രസ്റ്റ് ഫോർമലായി രജിസ്റ്റർ ചെയ്തത്. അങ്ങനെ ട്രസ്റ്റ് ഫോർമലായി രജിസ്റ്റർ ചെയ്ത് വളരെ നന്നായി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വർഷങ്ങളായ പ്രവർത്തന ഫലമായി നമുക്ക് അവശത അനുഭവിക്കുന്ന ആളുകളിലേക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, സന്തോഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ നടത്തി വരികയാണ്. പിന്നെ ബഹുമാനായ മന്ത്രി, എൻ്റെ സുഹൃത്ത്, അദ്ദേഹം പഞ്ചായത്ത് വകുപ്പിന്റെ മന്ത്രി കൂടിയാണ്. ഞാൻ എൻ്റെ ആളുകളോട് ബൊക്കെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം സുഹൃത്താണ്. പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ ബൊക്കെയാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ ബൊക്കെ കൊടുക്കരുത് എന്ന് ഓർഡർ ഇറക്കിയ മിനിസ്റ്ററാണ്. ഇനിയോ മിനിസ്റ്ററോട് രാജേഷ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവിടെ കുട്ടിമാരെ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പിന്നെ വേറെ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് കഴിഞ്ഞ തവണ ഞാൻ പറയുണ്ടായി, പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോൾ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണത്. അപ്പൊ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഓൾഡ് ഏജ് ഹോംസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രത്യേകിച്ച് ഈ ന്യൂക്ലിയർ ഫാമിലി വന്നതിന്റെ ശേഷം അച്ഛനും അമ്മയും 2 കുട്ടികളും, 2-3 കുട്ടികൾ. അപ്പോ ഈ കുട്ടികൾ കാണുന്നത്, ഈ അച്ഛനും അമ്മയും ചെയ്യുന്നത്, ഞാൻ എല്ലാവരും പറയുന്നത് ഒരു 50% മുകളിൽ വെച്ചോ, അച്ഛനും അമ്മയും കുട്ടികളും അതടങ്ങുന്ന ലോകമാണ്. അപ്പൊ ഇവരുടെ മനസ്സിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ
ഇത് കോപ്പി ചെയ്യപ്പെടുകയാണ്. ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. അച്ഛനും അമ്മയും 2 കുട്ടികളും, ഇതിലപ്പുറത്ത് ഞങ്ങൾക്ക് ലോകമില്ല. അവർ കല്യാണം കഴിക്കുന്നു, അവർ കുട്ടികളാവുന്നു, അവരും അത് കോപ്പി ചെയ്യുന്നു. അപ്പൊ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ വേറൊരു കാര്യം, കല്യാണം കഴിച്ചു അച്ഛൻ്റെ സുഖങ്ങൾ തേടി പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ അച്ഛന് വയസ്സാവുമ്പോൾ ഞാൻ ബയോളജിക്കൽ ഫാദറാണ്, മകന്റെ റൈറ്റിന് വേണ്ടിയിട്ട് അച്ഛൻ നടക്കും. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ സമയാസമയം നിറവേറ്റുക. പിന്നെ ഈ ട്രസ്റ്റ് ഫോം ചെയ്യുന്നതിന്റെ വേറൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. വേറൊരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ പോക്കറ്റിൽ പൈസ കിടക്കുകയാണ്. അപ്പൊ പല കാര്യങ്ങളും നമുക്ക് ചെയ്യണോ, ഇപ്പൊ എടുത്ത് ചെലവാക്കണം പോക്കറ്റിൽ നിന്ന്. അപ്പൊ വേണം, ഇത് വേണം, ഇത് വേണോ, വേണ്ട, അതിപ്പോ വേണ്ട എന്നൊരു തോന്നൽ മനുഷ്യ സഹജമായ എല്ലാ വീക്ക്നസും എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് നമ്മൾ ട്രെയിൻ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ നന്മയുടെ നേരെ കൂടുതൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ വേണോ വേണ്ടേ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു മാസത്തിൽ ഒരു മിനിമം എമൗണ്ട് അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരു മിനിമം എമൗണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നമ്മുടെ വരുമാനത്തിനനുസരിച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായി നമുക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും നടത്താം അവനവന്റെ വരുമാനത്തിനനുസരിച്ച്. പക്ഷെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പിരിക്കുന്ന പല ആളുകളെ എനിക്കറിയാം. നല്ല വരുമാനമുള്ള ആളുകൾ, വീട്ടിൽ 2-3 ലക്ഷം വരുമാനമുള്ള ആളുകൾ, പക്ഷെ അവർ നന്നായി നടന്ന് പിരിക്കും. അവരുടെ ഷെയറാണ്, അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും തിരിച്ചിരി വന്നിട്ടുണ്ട്. അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എല്ലാം പിരിച്ചാൽ മാത്രം പോരാ. പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പിരിക്കലിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പരിപാടികൾ നമുക്കറിയാം. എൻ്റെ അടുത്ത് വരുന്ന ആര് കൊണ്ടുവരുന്നു എനിക്കറിയാം. അപ്പൊ നമ്മുടെ രാജേഷ്, അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിലുപരി, മന്ത്രി എന്നതിലുപരി, മന്ത്രിയാവുന്നതിന് മുമ്പ്, MP ആവുന്നതിന് മുമ്പ് ഒക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി സമഗ്രമായി പഠിച്ച് അതിന് പരിഹാരം കണ്ടെത്താൻ, അത് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒക്കെ, അതായത് അദ്ദേഹത്തിന് അത് വീക്ഷിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അത് മനസ്സിലാക്കി വിലയിരുത്തി സമഗ്രമായി പഠിച്ച് നിരന്തരമായി അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. എപ്പോ നോക്കിക്കഴിഞ്ഞാലും അദ്ദേഹം, എനിക്ക് തോന്നി മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് ഒരു ദിവസം പോലും 14 മണിക്കൂറെങ്കിലും ജോലി ചെയ്യാത്ത ദിവസങ്ങളില്ല. 14 മണിക്കൂർ ചുരുക്കമാണോ എന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. കാരണം അത്രയും ഓടി നടന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറ്റാവുന്ന കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വകുപ്പുകളെ പറ്റിയിട്ട് അറിയാം. ഞാൻ രാഷ്ട്രീയം പറയല്ല, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയവും ഇല്ല. കറപ്ഷനോ മറ്റ് കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യങ്ങളോ ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പോലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനൊക്കെ നിങ്ങൾക്ക് കൈയടിക്കാൻ വേണമെങ്കിൽ കേട്ടോ. ഒരു മിനിസ്റ്ററെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇന്നത്തെ യുഗത്തിൽ ഇങ്ങനത്തെ മിനിസ്റ്റേഴ്സ് ഒന്നും കിട്ടാനുണ്ടായിരിക്കില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചോളം ഇവരൊക്കെയാണ് നമുക്ക് വേണ്ട പല കാര്യങ്ങളും ചെയ്തു തരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ആളുകൾ നിലനിൽക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. പിന്നെ വീട്ടിലേക്ക് മാറുന്നതിന്റെ ഭാഗമായാണ് ഹോം ഓഫ് യുവർ ഓൺ പ്രൊജക്ട് തുടങ്ങിയതെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഇവിടെ പറഞ്ഞ വീഡിയോ, സന്തോഷം പറഞ്ഞൊരു കാര്യം ശരിയാണ്. ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കാനോ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടോന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾ വീടിന്റെ ഫോട്ടോ എടുത്തിട്ട് ഒരു 1.5 മിനിറ്റുള്ള ഓരോരോ വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു വീടിന്റെ ഫോട്ടോസ് ആണ് ഇട്ടിരിക്കുന്നത്. ഈ ആളുകളായുള്ള അഭിമുഖങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ കയറിക്കിടക്കാൻ ഒരിടം, അതിൽ പല ആളുകളും പറഞ്ഞു കേട്ടപ്പോ വളരെ ടച്ചിങ് ആയി എനിക്ക് തോന്നി. അടച്ചുറപ്പുള്ള ഒരു വീട് ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ്, ആഗ്രഹമാണ്. അത് മനസ്സിലാക്കി തന്നെയാണ് CMN ട്രസ്റ്റ് 5 വർഷത്തിനുള്ളിൽ 50 പേരെ കണ്ടെത്തി അവർക്ക് വീട് വെച്ചു കൊടുക്കുക എന്ന പദ്ധതിയായിട്ട് മുന്നോട്ട് വന്നത്. അപ്പോൾ 5 വർഷത്തിനുള്ളിൽ 50 പേർക്ക് വീട് വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ഘാടന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, അർഹരായ വ്യക്തികളെ കണ്ടെത്താൻ ഒരു വലിയ ഹെർക്കുലിയൻ ടാസ്ക് ആണ്. ശരിക്കും അർഹരായ വ്യക്തികൾക്ക് ഇത് പറഞ്ഞ് സമർത്ഥിപ്പിക്കാൻ അറിയില്ല. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു പാഠമാണ്. അപ്പൊ നമ്മൾ ആരുടെ ത്രൂ വരുന്നു, അതിന് ശേഷം അത് മനസ്സിലാക്കി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കഴിഞ്ഞ മാസം രാജേഷിന് അറിയാം, കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 25-ാം തീയതി അദ്ദേഹമാണ് ഈ ചടങ്ങ് 10 വ്യക്തികൾക്ക് സമ്മതപത്രങ്ങൾ നൽകി ഉദ്ഘാടനം ചെയ്തത്. ഇത് വളരെ അഭിമാനത്തോടു കൂടിയാണ് നിശേഷം എനിക്ക് പറയാൻ കഴിയും, സംശയമില്ലാതെ എനിക്ക് പറയാൻ കഴിയും, വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കേരളത്തിൽ ഒരു ഗൃഹനിർമ്മാണ പദ്ധതിയും, കേരളത്തിലല്ല, ഇനിയിപ്പോ ഇന്ത്യയിലല്ല, ഭാരതത്തിൽ എവിടെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഗൃഹനിർമ്മാണ പദ്ധതിയും ഇത്രയും വേഗത്തിൽ ഇത്രയും കാര്യക്ഷമമായി ഇതുപോലെ ഗുണനിലവാരം ഉറപ്പാക്കി നടപ്പിലാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല.
ഉദ്ഘാടനം ചെയ്തത്. ഓഗസ്റ്റ് 25-ാം തീയതി എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് മാസം കഴിഞ്ഞു. പിന്നെ ആകെയുള്ളത് 4-5 ദിവസമാണ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഈ 4 മാസത്തിനുള്ളിൽ 8 വീട് പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വീട് ചില ടെക്നിക്കൽ റീസൺ കൊണ്ടാണ് 1 മാസത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കപ്പെടും. പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ചാരിതാർത്ഥത്തോടെ, വളരെയധികം അഭിമാനത്തോടെ, വളരെയധികം സന്തോഷത്തോടെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. പിന്നെ ഈ 8 വീട് പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിൽ പല ആളുകളോടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഈ വീട് ഉണ്ടാക്കി കൊടുത്ത ആളുകൾക്ക് എന്നോട് ഒരു കടപ്പാടും വേണ്ട, സ്നേഹം മാത്രമല്ല. ഞാൻ ഒരു കാര്യം പറയുന്നു. പണ്ട് ഇതിന്റെ ഉദ്ഘാടന വേളയിൽ എന്റെ ഫ്രണ്ട് ലാൽജോസ് സാർ പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് ഇപ്പോ എനിക്ക് ബിസിനസിന്റെ രൂപത്തിലായിരിക്കും ചിലപ്പോൾ പൈസ വരുന്നത്. ഇത് നമ്മുടെ അടുത്ത് വരുന്ന പൈസ എല്ലാം നമ്മുടെ പൈസയല്ല. ഇത് പല രൂപത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല ആക്ച്വലി. അപ്പൊ ഒരുപക്ഷെ നമ്മളിപ്പോ ഒരു ഹൈന്ദവ സംസ്കാര പ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ നിങ്ങൾക്ക് പോലെ പൈസയും തരാണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇതിനൊന്നും ഒരു കടപ്പാടിന്റെ ആവശ്യമില്ല. സ്നേഹത്തോടു കൂടി സ്മരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ മക്കളൊക്കെ നല്ല രീതിയിൽ വരിക. ഇതൊന്നും നമ്മള് ആരും ഒരു കോൺഫിഡൻസോട് കൂടി മക്കൾക്കൊരു കോൺഫിഡൻസ് കൊടുക്കുക. ഇപ്പോ നല്ല രീതിയിൽ നിൽക്കുന്ന ഈവൻ ഒന്നുമില്ലാത്ത രീതിയിൽ നിന്ന് ഇന്ത്യൻ പ്രസിഡന്റായ ആളുകൾ വരെയുള്ള സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ നല്ല രീതിയിൽ നല്ല കോൺഫിഡൻസോട് കൂടി മക്കൾക്ക് നല്ല കോൺഫിഡൻസും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിദ്യാഭ്യാസം കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ മാത്രമല്ല ഈ ട്രസ്റ്റ് തന്നെ അറിയിക്കുന്ന ഏത് കാര്യത്തിലും നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ട്രസ്റ്റിന് വേണ്ടിയിട്ട് സന്തോഷ് പറഞ്ഞതിന് ഞാൻ ഖേദം പ്രകടിപ്പിച്ചു. അത് സന്തോഷം കുറച്ച് കൂട്ടി പറഞ്ഞുകൊണ്ട് മാത്രമാണ്. പക്ഷെ നിരന്തരമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് സന്തോഷ്. വളരെ പ്രൊഫഷണലായിട്ട് 25 വർഷം ബഹറിൽ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് വളരെ ദീർഘകാലമായി അറിയാവുന്ന വ്യക്തിയാണ്. വളരെ പ്രൊഫഷണലായിട്ട് ഓർഗനൈസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് സന്തോഷ്. ചേക്കുവിന്റെ സതീർത്ഥനാണ്. ചേക്കു, അനീഷ് എന്നുള്ള ആളുകളുടെ ഓടി നടന്നുള്ള പ്രവർത്തനം, നിരന്തരമായ ഇടപെടലുകൾ, മേൽനോട്ടം, എല്ലാ കാര്യത്തിലും മേൽനോട്ടം. എന്ത് മേൽനോട്ടം വഹിച്ചു കഴിഞ്ഞാലും എൻ്റെ ഒരു സ്വഭാവമുണ്ട്. ഇപ്പോൾ നിങ്ങൾ 10 കാര്യം ചെയ്തു കഴിഞ്ഞാലും 11ാമത്തെ കാര്യം 10 കാര്യം എന്തുകൊണ്ട് ചെയ്തു എന്ന് ഞാൻ ചോദിക്കാറില്ല. 11ാമത്തെ കാര്യം എന്താ ചെയ്യാറുള്ളത്. അങ്ങനെ അത്രയും പ്രഷർ ഞാൻ കൊടുക്കാറുണ്ടാവുന്നവർക്ക്. അപ്പൊ അങ്ങനെയുള്ള ഓടി നടന്ന് അവരാണ് ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തത്. അവരോടുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും സന്തോഷവും ഞാൻ അഭിമാനിക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോ ഈ ഞാൻ ആദ്യം നാട്ടില് ഒരു 2005-ലാണെന്ന് തോന്നുന്നു ഒരു ഹോസ്പിറ്റൽ സംഭവമായിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഹോസ്പിറ്റൽ എൻ്റെ സുഹൃത്തുക്കൾ വന്നിട്ട് എന്നോട് പറയാണ്, ഒരു പാർട്ടി ഹോസ്പിറ്റൽ അവർ വളരെ ബുദ്ധിമുട്ടിലാണ്, അവരെ ഒന്ന് സഹായിക്കണം. നിരന്തരമായ എൻ്റെ സുഹൃത്തുക്കളുടെ പ്രശ്നവും മറ്റു കാരണങ്ങളെ കൊണ്ട് സഹായിക്കാനുള്ള മനസ്സുകൊണ്ട് മുട്ടി നിൽക്കുന്ന മനസ്സാണ്. കാരണം ഒരു 45 വയസ്സൊക്കെ നമുക്ക് ഇരുത്തം വരുള്ളൂ. അതുവരെ ഭയങ്കര കോൺഫിഡൻസ് ആണ്, എന്തും ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥയാണ്. എല്ലാവർക്കും ഉണ്ടായിരുന്നു, സക്സസ്ഫുൾ ആയ മിക്കവാറും എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഒരു പരിധി പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഇരുത്തം വന്നു പറയും മലയാളത്തിൽ. ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നു. അപ്പോ അതിനുവേണ്ടി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നമ്മുടെ എത്തിക്സ് ആയിട്ട് പലപ്പോഴും എൻ്റെ എത്തിക്സായി യോജിക്കാത്ത ചില കാര്യങ്ങൾ വന്നപ്പോൾ അതെനിക്ക് അടച്ചിടേണ്ടി വന്നു. അപ്പൊ അതിന്റെ സെറ്റ് ബാക്കിന് ശേഷം ഞാൻ പല കാര്യങ്ങളും ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയ പല കാര്യങ്ങളും എൻ്റെ ഭാര്യയോട് ചോദിച്ചേ ചെയ്യൂ. കാരണം വേറെ ഒന്നുമല്ല, അവർക്കൊരു 6th സെൻസ് കൂടുതലുണ്ട്, നമുക്ക് ആ 6th സെൻസ് ഒന്നുമില്ല. അപ്പൊ അവരോട് ചോദിച്ചിട്ടേ നമ്മളത് ചെയ്യൂ. അപ്പൊ വീടിന്റെ ഹോം ഓഫ് യുവർ ഓൺ പ്രോജക്റ്റ് വന്നപ്പോ ഞാൻ അവരോട് പറഞ്ഞു, ആദ്യം ഈ വീട് കയറ്റാൻ തന്നെ അവർ ബോംബെ ജനിച്ചു വളർന്നതാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ ഒരു ചെറിയ ഫ്ലാറ്റാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. നമുക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടിനെ പറ്റിയിട്ട് നമ്മൾ എന്തെങ്കിലും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നാട് നമ്മളെ കുളത്തി പിടിച്ചുകൊണ്ടിരിക്കും. ഈ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന എല്ലാവർക്കും പറയാം, ഈ നാട് നമ്മൾ എവിടെ പോയിട്ടാലും കുളത്തി പിടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ഒരു വർഷം എടുത്തിട്ടാണ് ഇവിടെ വീട് കയറ്റേണ്ട കാര്യം കൺവിൻസ് ചെയ്തത്. ഒരു വർഷം ഭാര്യയെ സോപ്പിട്ടിട്ട്, നമുക്ക് പൈസ ഉണ്ടാക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഭാര്യമാരെ സോപ്പിട്ടിട്ട് ഒരു വർഷം സോപ്പിട്ടിട്ടാണ് വീട് കയറ്റേണ്ട കാര്യം കൺവിൻസ് ചെയ്തു. അത് കഴിഞ്ഞ് ഇങ്ങനെ വന്ന സമയത്ത് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട്. അപ്പോൾ വൈഫ് പറഞ്ഞു, ഓക്കെ ഇൻ ദാറ്റ് കേസ് യു ഡോണ്ട് കമ്പയർ വിത്ത് യുവർ ഹോസ്പിറ്റൽ, ഇഫ് യു വിഷ് ഡോണ്ട് തിങ്ക് ട്വൈസ്, ഗോ ഹെഡ് ഫോർ ഇറ്റ്. അപ്പൊ എനിക്ക് വലിയ സന്തോഷമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹോം ഓഫ് യുവർ ഓൺ പ്രോജക്ട് എന്നുള്ള പേരിട്ടത് അവരാണ്.
അപ്പൊ എല്ലാ തരത്തിലും എല്ലാ കാര്യത്തിലും അവരുടെ എല്ലാ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ പ്രിയ അറിയിക്കുകയാണ്. പിന്നെ ഈ വീട് കൊടുത്ത കാര്യങ്ങളൊക്കെ ഞാൻ പ്രസ് മീറ്റിൽ എങ്ങനെയാണ് വീട് കൊടുത്തത്, എന്തൊക്കെയാണ് അതിന്റെ ഫോർമാറ്റ് ഫോളോ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് വളരെ 3-4 ദിവസം മുമ്പെയാണ് രാജേഷിനെ വിളിച്ച് ഞാൻ പറഞ്ഞത്, ഒരു മന്ത്രി എന്ന രീതിയിൽ എത്ര അദ്ദേഹം അന്ന് അദാലത്തിലായിരുന്നു രാവിലെ തൊട്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ സാധാരണ അദ്ദേഹം വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാറുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ സെക്രട്ടറിക്ക് മെസ്സേജ് ഇട്ടു തിരിച്ചു വിളിക്കാൻ. ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും അദ്ദേഹം തിരിച്ചു വിളിച്ചു, ഈ സമയം ഓക്കെ എന്ന് പറഞ്ഞിട്ട്. ഇത്രയും ഷോർട്ട് ടൈമിൽ. അതേപോലെ തന്നെ ശ്രീ മമ്മിക്കുട്ടിക്കും എനിക്ക് തോന്നുന്നു ഒരു 3 ദിവസം മുമ്പ് ഞാനൊരു മെസ്സേജ് ഇട്ടു, വെനെവർ ഫ്രീ കോൾ മീ ബാക്ക്. വീഡിയോ കോൾ ആയിരുന്നു. ഇങ്ങനെ ഈ ഷോർട്ട് ടൈമിൽ ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന ബാബുവിനാണെന്ന് വെച്ചാൽ എല്ലാവരോടുമുള്ള നന്ദിയും സന്തോഷവും. ആരുടെയും പേര് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല, ക്ഷമിക്കണം. ഇവിടെ വന്നു ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും, അതുപോലെ തന്നെ ആ വീടിന്റെ ഗുണഭോക്താക്കൾക്കും, ആ വീടിന്റെ നാലുപുറമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ തിരുവനന്തപുരത്തൊക്കെ വീട് ഈ വാഹന സൗകര്യം ഇല്ലാത്ത സ്ഥലത്തായിരുന്നു. അവിടേക്കൊക്കെ നാട്ടുകാരുടെ നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള എല്ലാവിധ സഹകരണങ്ങളും നടത്തി നാട്ടുകാരോടും മറ്റെല്ലാവരോടും, എല്ലാ പഞ്ചായത്ത് പ്രതിനിധികളോടും, എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തി നിർത്തുന്നു. നന്ദി, നമസ്കാരം.